നമസ്കാരം. രാഷ്ട്രീയം പറയരുതെന്നാണ് ടീച്ചർ പ്രത്യേകിച്ച് പറയും. സ്വാമി രാഷ്ട്രീയം പറയരുത്, കാരണം സ്വാമി രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ ചിന്ത ഉണ്ടാകുമല്ലോ. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അത് മാറി 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 വരും. ഞാനിത് പറയാനുള്ള ഒരു പ്രധാന കാരണം, രാഷ്ട്രീയ പാർട്ടികൾ കലാസാഹിത്യ രംഗത്തും സിനിമയിൽ നിൽക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരും, ജനപ്രീതി നോക്കി. പക്ഷേ ജനപ്രീതി ഉണ്ടാകുന്നത്, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, ജനപ്രീതി ഉണ്ടാകുന്ന നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ്, നല്ല കഥാപാത്രങ്ങളെ അഭിനയിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. നല്ല കഥാപാത്രമായി അഭിനയിച്ചവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അഭിനയമാണ് വിഷയം. സിനിമയിൽ പോലും മറ്റുള്ളവരോട് സൗഹൃദപരമായി പെരുമാറാനോ പൈസ മുടക്കുന്ന നിർമ്മാതാക്കളോട് കുറച്ച് മനസാക്ഷിയോട് പെരുമാറാനോ പറ്റാത്ത ചില നടന്മാരുണ്ട്. എല്ലാവരും അല്ല, ഒരുപാട് പേരുണ്ട്. അവർ കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോയിട്ടുണ്ട് പലരും. ഒരു സിനിമ നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഊർജ്ജസ്വലമായി ജ്വലിച്ചു നിന്ന സ്റ്റാർ നക്ഷത്രം പെട്ടെന്ന് പൊലിഞ്ഞു പോകും. അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഇന്ന് ഞാൻ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് പരസ്പരം ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഉണ്ണി മുകുന്ദനെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദനെക്കുറിച്ച് ഞാൻ മോശം പറഞ്ഞതല്ല. ഉണ്ണി മുകുന്ദൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നു ചേർന്ന ഒരു വലിയ മനോവിഷമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി, അദ്ദേഹത്തിന് മാറ്റങ്ങൾക്ക് വിധേയനായി, അദ്ദേഹം മനുഷ്യത്വപരമായി ചിന്തിച്ച് ജീവിക്കുമ്പോഴാണ് അദ്ദേഹം നിൽക്കുന്ന ആ ലോകത്ത് അങ്ങക്ക് പ്രസരിക്കാൻ പറ്റൂ. നമുക്കെല്ലാം ഉണ്ടാവും, നമുക്കെല്ലാം ഇതുണ്ട്. നീ നിൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം പിടിച്ചും മാനസാന്തരം വന്നിട്ട് മാറ്റങ്ങൾക്ക് തയ്യാറാകൂ. അങ്ങനെ തയ്യാറായാൽ മാത്രമേ അവന് ഏത് രംഗത്താണോ ഈശ്വരൻ നിന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. സുന്ദരമുള്ളൊരു മുഖമുണ്ടായിട്ട് കാര്യമില്ല, സുന്ദരമുള്ളൊരു മനസ്സൂടെ വേണം. എനിക്കും അദ്ദേഹത്തിന് വിരോധമില്ല. ഞാനൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് സംവിധായകൻ ചോദിച്ചു, സ്വാമി ഞാൻ എൻ്റെ ഒരു സ്വാമിയുടെ സബ്ജക്റ്റ് ഞാൻ സിനിമയാക്കണം, എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഉണ്ണി മുകുന്ദനുമായിട്ടൊന്ന് സംസാരിക്കണം എന്നുണ്ടോ. ഞാൻ പറഞ്ഞു, പിന്നെന്താ, എനിക്ക് അയാളോട് വിരോധമൊന്നുമില്ല. എൻ്റെ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞാൻ തിരുത്തലിന് തയ്യാറാകുന്നത്. എൻ്റെ തെറ്റുകൾ ആദ്യം നമ്മൾ അന്വേഷിച്ച് നമുക്ക് എന്തൊക്കെ തെറ്റുകളുണ്ട്. നീ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നിൻ്റെ നേരെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പിന്നെ അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇൻട്രസ്റ്റാണ് കേൾക്കാൻ. നമ്മൾക്ക് വെറുതെ ഒരു ഇഷ്ടക്കേടുണ്ടാകുക, ഇല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം എന്ന് പറയും നമ്മുടെയൊക്കെ നാടുകളിൽ. അപ്പോൾ അങ്ങനെ പരദൂഷണം കേൾക്കാൻ ഇഷ്ടമുള്ളവർ പരദൂഷണം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിർത്തുക. എനിക്കതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് ഇവിടെ വ്യക്തിപരമായ ഒരു വൈരാഗ്യം കൊണ്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിഞ്ഞില്ല, മലയാളത്തിലൊരു മന്ത്രിയും നടനുമൊക്കെ ആയിരുന്ന ഒരാൾ മോഹൻലാലിരിക്കുന്ന ഒരു സദസ്സിൽ മണിയമ്പള രാജു എന്നോട് പറഞ്ഞതാണ്. വളരെ മോശമായ പരാമർശത്തോടെ സംസാരിച്ചപ്പോഴത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, മറ്റേ ആൾ ഇവിടെ ഇല്ലല്ലോ, ഈ പറയുന്ന ആളിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്, അത് വിട്ടേക്ക്, നമുക്കറിയില്ലല്ലോ. അങ്ങനെയുള്ള ഒരു മനസ്സ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ലാലേട്ടനെ ഞാൻ കണ്ടിട്ട് എത്രയോ കാലങ്ങളായി, എത്രയോ വർഷങ്ങളായി. പക്ഷേ എന്നെ ചിലപ്പോൾ ഈ പറയുന്ന ഓർത്ത് പോലും കാണില്ല. പക്ഷെ മറ്റേ ആൾ രോഷാകുലനായിട്ട്, അധികാരമുണ്ട്, സിനിമയിൽ സ്വാധീനമുണ്ട്, നമ്മളെ അറിഞ്ഞോ അറിയാതെ എന്ന് അദ്ദേഹത്തിന് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ മറ്റേ ആൾ പറയുകയാണ്, അത് പറയരുത്, മറ്റേ ആൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വലിയ മനസ്സാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്നിൽ നിന്ന് മോഹൻലാലിന് ഒന്നും നേടാനില്ല. പക്ഷേ ഇല്ലാത്തൊരാളെക്കുറിച്ച് പറയുന്ന പരാമർശം നടത്തുമ്പോൾ അത് വേണ്ട, അത് പറയേണ്ട എന്ന് പറയാനുള്ള വലിയ മനസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഈ കലാരംഗത്ത് സിനിമാ രംഗത്ത് നിൽക്കുന്നവരെക്കുറിച്ച് ടീച്ചർ പറയും, സ്വാമി സിനിമയൊക്കെ വരുവാണ്, സ്വാമിയുടെ സിനിമകളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ഇവരെക്കുറിച്ചൊന്നും പറയരുതെന്ന്. എങ്ങനെയാണ് പറയാതിരിക്കും? ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, സ്വാമി ഉണ്ണി മുകുന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയും പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ എന്തിനാണ്, എനിക്കടുത്തൊരു പ്രശ്നമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തിലുണ്ടായിരുന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്നുള്ളല്ലാതെ എനിക്ക് അയാളോട് എന്ത് ശത്രുതയാണ്. അപ്പോൾ മറ്റേ സംവിധായകൻ ഈ ഉണ്ണി എന്നെ വിളിച്ചു ചോദിച്ചല്ലോ, ഈ സ്വാമിയുടെ ഒരു കഥ ഞാൻ എടുക്കുകയാണ്, ഞാനൊന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു, പിന്നെന്താ, എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് അയാളോട് ഒരു വിരോധമില്ല. സിനിമയിലും രാഷ്ട്രീയത്തിലും സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. ആ ഡയറക്ടർ പറഞ്ഞപ്പോൾ തന്നെ മറ്റേ അദ്ദേഹം പറഞ്ഞത്രേ, നമുക്കത് വിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഥാപാത്രം ഉണ്ണി മുകുന്ദൻ ചെയ്യാത്തത് കൊണ്ട് എനിക്കോ, ഇനി അദ്ദേഹം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിനോ
ഇതൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. മനസ്സിൻ്റെ വലിപ്പമാണ് പ്രധാനം, ഇല്ലേ? എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആ മനസ്സിൽ ശത്രുത സൂക്ഷിക്കുന്ന ഒരാൾ ശത്രുത ഉണ്ടാകാനായിട്ടൊന്നും പറഞ്ഞില്ല. തെറ്റുകൾ തിരുത്തി കൊടുക്കുമ്പോൾ എൻ്റെ തെറ്റുകൾ തന്നെ തിരുത്താം. എത്രയോ പേര് സ്വാമി അത് ചെയ്തത് ശരിയായില്ല, സ്വാമി പറഞ്ഞത് ശരിയായില്ല, സ്വാമി അല്ല അന്ന് പണ്ടകാലത്ത് സുനിൽജി അത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾ ചെയ്തത് ശരിയാണോ, നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു, നമ്മൾ തിരുത്തണം. അത് നമ്മൾ തിരുത്തുമ്പോഴല്ലേ മാറ്റം, ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഈ പോത്തിൻ്റെ അടുത്ത് വേദമോന്നണ പോലെ അല്ലല്ലോ, ചിലർ പറയുമല്ലോ. അപ്പോൾ ഉണ്ണിമോഹൻ പറഞ്ഞു എന്ന്, അയ്യോ നമുക്കത് വിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭീകരമായ ശത്രുത എന്നോടുണ്ടായിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ശത്രുത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മളൊരു കഥാപാത്രം, നമ്മൾ എഴുതി വെച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാം. സിനിമയിൽ നിന്നൊക്കെ ഏകദേശം മോശമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ഉണ്ണിമൂന്തൻ. ആ ഉണ്ണിമൂന്തനെ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച് പറയുകയാണ് തൃശ്ശൂരിൽ നിന്ന്, സ്വാമി ഉണ്ണിമൂന്തൻ ചിലപ്പോൾ തൃശ്ശൂർ മത്സരിച്ച് MLA ആവും, അത് ചിലപ്പോൾ സ്വാമിക്ക് ദോഷം ഉണ്ടാവും. എനിക്കെന്ത് ദോഷം? ഉണ്ണിമൂന്തൻ മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഉണ്ണിമൂന്തൻ്റെ അടുത്ത് ഒന്നിനും ഞാൻ പോകുന്നില്ല. അത് അയാളുടെ തന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ചെയ്യണമെന്ന് വെച്ചപ്പം അയാൾ അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചോട്ടെ, എനിക്ക് വിരോധമില്ലാന്ന് ഞാൻ സംവിധായകനോട് പറഞ്ഞതാണ്. സംവിധാനം ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. സംവിധാനം ചോദിച്ചു എന്താണ് പ്രശ്നം സ്വാമി, അവരുമായിട്ട് ഉണ്ണിമൂന്തനായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്, ഉണ്ണിമൂന്തൻ എന്നോട് കാണിച്ച ഒരു വലിയ ദ്രോഹം, അത് ദ്രോഹമാണെന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ണിമൂന്തൻ മാറി നിൽക്കരുത്, നിങ്ങൾക്ക് സുന്ദരമായൊരു മുഖമുണ്ട്, അഭിനയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. സുന്ദരമായൊരു മുഖമുണ്ട്, അത് ദൈവം കൊടുത്തതാണ്. സുന്ദരമായ മനസ്സും സുന്ദരമായിട്ടുള്ള കർമ്മവും കൂടെ വേണം. അതുകൊണ്ടോന്ന് എനിക്കല്ല, അത് ബാക്കിയുള്ളവരല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ വിളിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ജനപ്രതിനിധിയായിട്ട് നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോട് എനിക്ക് പറയാനുള്ളതാണ്, അങ്ങനെയുള്ള ആൾക്കാരെ ജയറാമിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ജയറാമിനെ അഭിനയിക്കാൻ അറിയാം, ജനങ്ങളോട് ജനപ്രീതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാം. ഉണ്ണിമൂന്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഭിനയം സിനിമയ്ക്കകത്തും പറ്റില്ല, പുറത്തും പറ്റില്ല. അതാണ് ഇതൊക്കെ ഇതുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ധാർമ്മിക രോഷം ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ഒരു ഇടി കൊടുത്തതും മാനേജർ അത്രയും കാലം തലേദിവസം വരെ ഉണ്ടായിരുന്ന മാനേജറെ അടി കൊടുക്കാൻ പോയതും പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. നോർമലായിട്ട് ക്ഷമിക്കാൻ പറ്റുന്നതും ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ എങ്ങനെയൊക്കെ ചെയ്യൂ? അപ്പോൾ പുള്ളി ഇനിയിപ്പം തൃശ്ശൂരിൽ നിന്നാൽ ജയിക്കും, അപ്പോൾ MLA ആവും, ചിലപ്പോൾ വലിയ പൊസിഷനിലേക്ക് പോകുമ്പം ചേട്ടന് സ്വാമിക്ക് അത് പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? പറഞ്ഞത് തന്നെയാണ്. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഇത് കൂടിപ്പോയാൽ നമ്മളെ വെടിയിക്കൂല, അല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും. മരിക്കാൻ തയ്യാറായിരിക്കുന്ന, മരണപ്പെട്ടാൽ ശവകുടീരം ഒരുക്കി വെച്ചിരിക്കുന്ന ചില യൂട്യൂബുകാർ എൻ്റെ ഇരിപ്പിടം വരെ വലിച്ചെറിഞ്ഞ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ അടുത്ത കാലത്ത് വേറൊരാൾ പറഞ്ഞു, അതിന് വല്ല മോശം ഒരു 10-15 എപ്പിസോഡ് കിടപ്പുണ്ട്, ഭയങ്കര കൊള്ള മന്ത്രവാദിയാണ്. ശരിയാണ്, ഞാനിതിന് തിരുത്താൻ പറയണം നിങ്ങളോട്. എന്തിനാണ് തിരുത്തുന്നത്? നമ്മളെക്കുറിച്ച് ഒരാൾ നിങ്ങൾ എന്താണോ എന്നെക്കുറിച്ച് ധരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ. അത് മാറ്റാൻ പോകേണ്ട ആവശ്യമില്ല, അത് കാലം തെളിയിക്കുന്നതാണ്. നല്ലതും ചീത്തയും പറഞ്ഞാലും എന്തൊക്കെ ആരൊക്കെ കുറിച്ച് ഇപ്പോൾ നരേന്ദ്രമോദി ആൾക്കാർ എന്തൊക്കെ പറയുന്നു, മോദിക്ക് വല്ല പോറലേൽക്കുന്നുണ്ടോ? മോഹൻലാലിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരാൾ യാതൊരു പരിചയമില്ല മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയോ മോഹൻലാലിനെ? എന്നാൽ എനിക്കറിയാം. നിങ്ങൾ ഈ പറയുന്നതെല്ലാം അബദ്ധവും തെറ്റുമാണ്. നിങ്ങൾ അറിയാത്ത ഒരാളെക്കുറിച്ച് സംസാരിക്കാതിരിക്കൂ എന്ന് നമ്മൾ തിരുത്തി കൊടുക്കുമ്പോഴാണ് മാറ്റം. പുള്ളി ആകെപ്പാടെ ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അല്ല ഞാൻ കേട്ടു, എന്ത് കേട്ടു? നിങ്ങൾ കേൾക്കുന്നതാണോ ശരി? നിങ്ങൾ അനുഭവിച്ചതാണ് ശരി? നിങ്ങൾ അനുഭവത്തിലുണ്ടോ നിങ്ങൾക്ക് ഒരാളെക്കുറിച്ച് പറയാൻ? മോഹൻലാലിൻ്റെ വലിയ മനസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ള ആളാണ്, അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു കൈകൊണ്ട് എന്തെങ്കിലും ആൾക്കാർക്ക് ചെയ്താൽ അത് കൊട്ടിഘോഷിക്കുന്ന ആളല്ല. മമ്മൂട്ടിയെക്കുറിച്ച് ഉള്ളപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരാളാണ്. പരസ്യമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരാൾ, ഒരു വലിയ സമൂഹത്തിലെ വലിയൊരാളാണ്, ഈ നേരത്തെ പോയിട്ട് അവിടെ ഈ ഭിക്ഷക്കാർക്ക് പൈസ കൊടുക്കും. എന്താ പറയുക, നിങ്ങൾ ഇറങ്ങി എൻ്റെ കാലിൽ തൊട്ട് തൊഴണമെന്ന്. അങ്ങനെയുള്ള മനുഷ്യർ എന്നിട്ടൊന്ന് തൊഴണം, കാലിൽ തൊട്ട് തൊഴണതിന് പൈസ കൊടുക്കുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞു വയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള അല്പന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഉണ്ണിമൂന്തൻ ജയിച്ച വലിയ MLA മന്ത്രി ആയാലും നമ്മൾ പോകുന്നില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ജനഹിതമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹിഷ്ണുതയോടുകൂടി ജനങ്ങൾ പറയുന്നത് കേൾക്കാനും അവൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചറിയാനും അവനെ ചേർത്ത് പിടിക്കാനും അവൻ്റെ ദുഃഖങ്ങളിൽ പങ്കാളികളാകാനും ഒക്കെ ഉള്ളവരാണ് ജനപ്രതിനിധികൾ. നമ്മൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? രാത്രിയും പകലും ഒക്കെ എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കും, ചെയ്യാൻ പറ്റുന്ന പേപ്പർ എടുത്ത് അപ്പം തന്നെ എഴുതി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. ചില ചവിട്ടൂട്ടിലിടുന്ന നേതാക്കന്മാർ ഒരുപാടുണ്ടല്ലോ, മുഖം മൂടി കപടതയുള്ളത്. ഉമ്മൻചാണ്ടിക്ക് അതില്ലായിരുന്നു. കർണാടക സാറിൻ്റെ അടുത്ത് പണ്ട് ഞാൻ ഒരു കാലത്ത് പീതാംബരക്കുറിപ്പ് എൻ്റെ ഒരു കാര്യത്തിൽ കൊണ്ടുപോയി, അപ്പോൾ തന്നെ പേപ്പർ എടുത്ത് എഴുതി വിളിച്ചു പറഞ്ഞ് ചെയ്യിപ്പിച്ചു തന്നു. അങ്ങനെയുള്ള നേതാക്കളുമുണ്ട്. അതുകൊണ്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പം ജനങ്ങളുമായിട്ട് സമ്പർക്കമുള്ള, ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനം സിനിമയിൽ കാണുന്നതല്ല,
സിനിമയിൽ കണ്ട് ഇരുട്ടത്തിരുന്ന് നമ്മൾ കാണുമ്പം അവിടെ 10 പേരെ അടിച്ചു തകർക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ പൊട്ടിക്കരയുന്ന മനുഷ്യത്വമുള്ള കഥാപാത്രങ്ങളൊന്നും അവതരിപ്പിക്കുന്നതല്ല. സാധാരണ ജനങ്ങളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രത്തെ സേവിക്കുന്ന രാഷ്ട്രത്തെ സേവിക്കുന്ന അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മുരളിച്ചേട്ടൻ മരിച്ചുപോയ നടൻ മുരളി മറ്റേ ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമയാണോ കിങ് എന്ന് പറഞ്ഞ സിനിമയിലെങ്ങാണ്ടാണോ മന്ത്രിയാണ്. ഇപ്പോൾ തൊഴിൽ കൊച്ചിനെ എടുക്കുമ്പോൾ കൊച്ചു അപ്പിയിട്ടിട്ടുണ്ട്. കൊച്ചിനെ ചേർത്ത് പിടിച്ച് തിരിച്ചു കൊടുത്തിട്ട് എന്തൊരു വൃത്തികെട്ട നാറ്റം പറഞ്ഞ് കൈ കഴുകുന്ന പെട്രോൾ ഒഴിച്ച് കഴുകുന്ന ഒരു കഥാപാത്രമുണ്ട്. അതൊക്കെ നമുക്ക് കാട്ടിത്തരുന്നതാണ്. ജനപ്രതിനിധികളെ ഇലക്ഷൻ കാലഘട്ടത്തിൽ സമൂഹത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നത്, സമൂഹത്തിലെ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നത്, അവൻ്റെ ദുഃഖവും ദുരിതങ്ങളിൽ പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന മനുഷ്യരെയാണ് ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കണം ഈ കഥാപാത്രം ഇത് സിനിമയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇപ്പം ഭീമൻ രഘു എന്ന് പറഞ്ഞ അദ്ദേഹം പത്തനാപുരത്ത് മത്സരിച്ച് എന്ത് കാര്യത്തിലാണ്? അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് BJP യിൽ നിന്ന് മാറി മറ്റേതോ പാർട്ടിക്കകത്തോട്ട് പോയി. ഒരു സ്വന്തം നിലപാടുകൾ പോലും ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് ജനപ്രതിനിധികളാക്കി ആയിരക്കണക്കിന് രൂപ പൈസയും ചിലവാക്കി. അതൊക്കെ നമ്മളെപ്പോഴും ഒരു മഹത്വമുണ്ട്. കാഴ്ചപ്പാടുകൾ ഉള്ള മനുഷ്യരെ ആണ് ജനപ്രതിനിധികളായിട്ട് വെക്കേണ്ടത്. അതുകൊണ്ട് ഉണ്ണിമൂൻ തന്നെ നാളെ മന്ത്രിയായി കഴിഞ്ഞാൽ സ്വാമി പേടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പിന്നെ പേടിച്ച് എന്തിനു പേടിക്കാൻ? ജനങ്ങളെ നിന്ന് അകന്നു പോകുന്ന, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ രുദ്രസിംഹാസന സിനിമയിലെ നായകനായിരുന്നു. സുരേഷ് ഏട്ടൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ട് എനിക്കറിയാം. പക്ഷേ അങ്ങനെയുള്ള ഉള്ളിലൊന്നുമില്ല. ആ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കള്ളരോ കാപ്പട്ടി മുഖംമൂടിയും കിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നന്മ എവിടെയോ ഉണ്ട്. ആ നന്മ എവിടെയോ ഉള്ളത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരു മോശം മനുഷ്യനല്ല. ജനങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോൾ വേഷം കെട്ടാറിയാമെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ സുരേഷ് ഗോപി ഇനി തൃശ്ശൂരൊക്കെ വരട്ട്. ഞാൻ ചെന്തേ 10 പൈസ കിട്ടൂല. ഞാൻ എന്തിന് പൈസ വേണ്ടല്ലോ പുള്ളിക്ക്. ഇവിടെ ഒരു വോട്ട് പോലും കിട്ടൂല. എന്തിന് വോട്ട് കിട്ടുന്നത്? പുള്ളി 5 വർഷം ഭരിച്ചല്ല, 5 വർഷം അവിടുത്തെ ജനപ്രതിനിധിയായിട്ട് ജീവിച്ച്. നിങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ അങ്ങനെ ഇത് പറയുന്നത്? അല്ല, അവിടെ ആര് പറഞ്ഞ്? യൂട്യൂബിൽ കാണുന്നതാണ് പറച്ചില്. സുരേഷ് ഗോപി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം പേഴ്സണലായിട്ട് ആൾക്കാരെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖം മൂടിയില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെ പറയും എനിക്കിത് ചെയ്യാൻ പറ്റൂല കേട്ടോ, ചെയ്യാൻ പറ്റൂല എന്ന് ഇപ്പം എല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് പഠിച്ച് പോകുമ്പോഴത്തേക്ക് അത് ചവിട്ടുകൂട്ടലിട്ടില്ലല്ലോ. അതറിയാത്തതാണ് സുരേഷ് ഗോപിയുടെ കുഴപ്പം. രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല. പിന്നെ തിരുവനന്തപുരത്തെ നായന്മാരുടെ കുറച്ച് പ്രതാപമൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. സുരേഷ് എനിക്ക് നല്ലപോലെ അറിയാം. ഞാനും ടീച്ചറുടെ കരിക്കാൻ ക്ഷേത്രത്തിൽ ഞാൻ ദൂരെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ചുമപ്പ് കണ്ടപ്പോൾ കാന്തല്ലൂർ സ്വാമിയല്ലേ വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ ഇരുത്തി നമ്മുടെ പഴയ പുരാണമൊക്കെ റെഡി പറഞ്ഞ്. ഒന്നും മനസ്സിലില്ലാത്ത ഒരാളാണ്. ഒന്നും പ്ലാനിങ്ങോടുകൂടി ചിന്തിച്ച് ഒന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കണമെന്നൊന്നുമില്ല. പെരുമാറ്റമൊക്കെ ഉണ്ട്. അതായത് സുരേഷൻ്റെ മനസ്സിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ചീത്തയൊക്കെ പറയുമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയൊക്കെ തന്നെ മനസ്സിൽ നന്മയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സുഹൃത്തുക്കളോട് കുറേ വീക്ക്നെസ്സൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളുമായിട്ട് അവരോടൊക്കെ കുറച്ച് അടുപ്പം കൂടുതൽ കാണിക്കും, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ഇങ്ങനെ എടുത്തടിച്ച പോലെ സംസാരിക്കും, പെരുമാറുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് സുരേഷ് ഗോപി അറിയാവുന്നവർക്ക് അത് ബുദ്ധിമുട്ടില്ല. ഞാൻ ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞതല്ല, സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞതല്ല. നന്മകൾ ഇവരിലെല്ലാം തന്നെ ഉണ്ട്. അനുഭവങ്ങളില്ലാത്തതാണ് ഉണ്ണിമൂന്തനെ പോലുള്ള ഒരു കുഴപ്പം. ജയറാമിനെയും ഉണ്ണിമൂന്തനെയും ഒക്കെ നായകനാക്കിയ പിന്നെ ദേവൻ ചേട്ടൻ വലിയ മനുഷ്യനാണ്. എനിക്കറിയാം, എൻ്റെ ആ സിനിമയിൽ അഭിനയിച്ചെന്ന് മാത്രമല്ല നന്മയുണ്ട്. നന്മയുള്ള നമ്മുടെ മലയാള സിനിമയിൽ സുന്ദരനായ വില്ലനായിരുന്നു. ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ മനുഷ്യരോട് സ്നേഹിക്കും, മനുഷ്യരോട് കാര്യങ്ങൾ പറയും, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവിടെയാണ് രാഷ്ട്രീയം. ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്നെ വിളിച്ച് തൃശ്ശൂരുള്ള പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ണിമൂന്തൻ മെല്ലെ മന്ത്രിയൊക്കെ ആയി വലിയ ആളായും പിന്നെ അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് സിനിമ എടുക്കുന്നുണ്ട്. അപ്പോൾ സിനിമ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ മോദിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്തേ ഈ ലോകത്തുള്ള ഈ കോടാനുകോടി ജനങ്ങൾക്കും നരേന്ദ്രമോദിയായിട്ട് ബന്ധമുണ്ട്. അതിനകത്ത് ഉണ്ണിമൂന്തന് മാത്രമൊന്നുമല്ല. ഒരാൾ വരുമ്പോൾ കൂടെ വന്നൊരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ നരേന്ദ്രമോദിയുടെ സിനിമ എടുക്കാമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നടക്കുമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നരേന്ദ്രമോദിയുടെ ജീവിതകഥയെന്ന് സിനിമയാക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ ആരുടെയോ വിഡ്ഢികളായ ചിന്തകളിൽ ജനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംഭവിച്ചോട്ടെ.
ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്നൊന്നും വിചാരിക്കരുത്. അദ്ദേഹം എന്നെ അങ്ങനെ ഒരു തന്നെ എന്നെ വിളിച്ചിട്ട് പറയുവാണ് ഇന്ന് രാവിലെ. അതുകൊണ്ട് അദ്ദേഹത്തിന് BJPയുടെ കാൻഡിഡേറ്റായിട്ട് വരികയാണ്. ഇവർ കാണുന്നതിന് മുമ്പ് താമരയും കൊടിയും ഒക്കെ കണ്ട ആളാണല്ലോ ഞാൻ. 3 ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്തതാണ് പണ്ട് കാലത്ത്. ഇവിടെ രാമൻപിള്ള സാർ രാജേട്ടന് വരയ്ക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് BJPയുടെ അന്ന് പരസ്യ കമ്പനി ആയിരുന്നല്ലോ. ആദ്യത്തെ രഥം ഉണ്ടാക്കിയ ഞാൻ അന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കാണാത്തതല്ലല്ലോ. മനുഷ്യരെ അങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും, പ്രത്യേകിച്ച് എനിക്ക് മരണഭയമില്ല. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച എത്രയോ പേരുണ്ട്. എൻ്റെ ആശ്രമം നശിപ്പിച്ചവരുണ്ടല്ലോ. പിന്നെ മറ്റൊരാളുണ്ടല്ലോ, നമ്മുടെ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു പെൺകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച് പ്രശ്നമുണ്ടാക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി വിഷയം ഉണ്ടാക്കിയവരൊക്കെ കുറേ നാൾ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് സമൂഹത്തിൽ നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്ന എത്രയോ പേരുണ്ട്. കോടതി നിയമവാഹനങ്ങൾ വല്ലതും ചെയ്തോ? ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള ഒരു മന്ത്രിയെ മോശപ്പെടുത്താനായിട്ട്, രാഷ്ട്രീയത്തിലില്ലെങ്കിലും ആ ഒരു ചാനലിന് പേര് കിട്ടാനായിട്ട് ചെയ്തവരൊക്കെ അതൊക്കെ ശരിയാണോ? സമൂഹം അങ്ങനെയാണ്. ഒരാളെ മോശമാക്കി ചിത്രീകരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരാളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏത് മാർഗത്തിലൂടെ നശിപ്പിച്ചാൽ തന്നെ കാലം കൊടുക്കുന്നതുകൊണ്ട് അത് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശ്രമം നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ നട്ടലോടുകൂടി ഉയർന്നിൽക്കുകയും കോടതി നിയമ വ്യവഹാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയും ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ യൂട്യൂബ് ചാനലുകാരാണോ ശിക്ഷിക്കേണ്ടത്? ഇവിടെ നിയമമില്ലേ? ഇവിടെ പോലീസില്ലേ? ഇവിടെ നീതിയും നിയമവുമില്ലേ? അവരാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടത്, അല്ലാതെ യൂട്യൂബ് ചാനലുകാരല്ല. അതിൻ്റെയൊക്കെ ഫലങ്ങളുണ്ടല്ലോ. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതും ജനങ്ങൾക്ക് നന്മ ചെയ്തതും ആയിരിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ദുരിതങ്ങളായിട്ടില്ലേ ഒന്നും ജീവിതത്തിൽ സംഘർഷങ്ങൾ, എന്തോരം സംഘർഷങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളുമായിട്ട് വരുന്ന മനുഷ്യരല്ലേ മുഴുവൻ. ഒരു സ്വാമിയുടെ അടുത്ത് വരുന്നതാണെങ്കിലും, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് വരുന്നതാണെങ്കിലും, ഒരു പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് വരുന്നതാണെങ്കിലും, ഒരു MLA അടുത്ത് വരുന്നതാണെങ്കിൽ പോലും മന്ത്രിമന്ദിരങ്ങളിൽ ജനിച്ച് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. ഞാൻ പട്ടത്ത് നമ്മുടെ ഒരു CPIയുടെ രാജു എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹം ഡെപ്യൂട്ടി മേയറായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കണ്ട പുള്ളി ചിരിക്കില്ല. ഒരു ഈച്ച കടന്തൽ കുത്തിയതുപോലെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും തെറ്റല്ല, ഞാൻ അനുഭവിച്ചാണ്. അപ്പോൾ ഇലക്ഷന് വേണ്ടി, ഒരു വോട്ടിന് വേണ്ടി മാത്രമല്ല മനുഷ്യൻ മാറേണ്ടത്. വോട്ടിന് വേണ്ടി മാത്രമല്ല നമ്മളിത് പറയുന്നത്. മാറ്റങ്ങൾ മാറണം. ജനങ്ങളാണ് ഇവിടുത്തെ ശക്തി. ആ ജനങ്ങളുടെ ശക്തിയാണ് ഒരാളെ രാഷ്ട്രീയത്തിൽ കൊണ്ടെത്തുന്നത്. അമ്പലങ്ങളിൽ ഭക്തന്മാരാണ് വിഗ്രഹങ്ങളുടെ ഒരു ക്ഷേത്രം നിലനിർത്തുന്നത് പറയുന്ന പോലെ ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവനെ സ്നേഹിക്കുകയും അവനെ ആദരിക്കുകയും അവന് വേണ്ടി പ്രവർത്തിക്കുകയും അവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവനോടൊന്ന് ഇഷ്ടം കൊണ്ടാണ് അവൻ്റെ ശക്തി. നിറഞ്ഞ ജനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ ജനങ്ങളെ ഒരു ദിവസം ഇരിപ്പിടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5 വർഷം വരെ കാറിൻ്റെ കൂളിംഗ് ഗ്ലാസ്, അതുവരെ കൂളിംഗ് ഗ്ലാസ് നമ്മൾ കാറൊക്കെ കയറ്റിയിട്ട് ഫുൾ കൂളിങ്ങുമായിട്ട് എല്ലാവരും ഇടിച്ച് നിരത്തി കൊണ്ട് ഒരൊറ്റ പോക്കാണ്. എത്രയോ പേര് അങ്ങനെ കാറാവ് എവിടെ പോവാണ്? എവിടോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ ജനങ്ങളെ ആവശ്യമില്ല. ഇനിയിപ്പം ചിരിക്കും. സമയമായി, ഇലക്ഷൻ സമയമാകുമ്പോൾ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലും, എല്ലാവരെയും ചേർത്ത് പിടിക്കും, ഉമ്മയ്ക്കും, എല്ലാം അങ്ങനെ തന്നെ. ഇത് നമ്മൾ കാണുന്ന ഒരു സത്യമാണ്. പിന്നെ ഇലക്ഷനായി മന്ത്രി MLA ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കറുത്ത കാറും കൂളിംഗ് ഗ്ലാസും സ്പീഡിലുള്ള പോക്കും 3 പോലീസുകാരും തള്ളലും മാറ്റി നിർത്തലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ലോകത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കും. ജനം വിഡ്ഢിയാണോ എന്ന് ചോദിച്ചാൽ ജനമല്ല വിഡ്ഢി. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ അവസാന കാലവും മരണത്തിന് ശേഷവും അനുഭവിക്കുന്നതുണ്ട്. ആരോടൊരു ചെറിയ കള്ളം പറഞ്ഞാൽ പോലും അതിൻ്റെ ഫലമുണ്ടാകും. നമ്മളൊരാൾ വഞ്ചിച്ചാൽ ഫലമുണ്ടാകും, ചതിച്ചാൽ ഫലമുണ്ടാകും, സ്വത്ത് തട്ടിയെടുത്താൽ ഫലമുണ്ടാകും. എന്ത് ഫലമാണ്? ഏറ്റവും മോശമായ ഫലങ്ങളുണ്ടാകും. നമുക്ക് അർഹതയില്ലാത്ത എന്തും. ഈ അടുത്ത കാലത്ത് ഒരാൾ പിന്നെ വയസ്സായ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കാലശേഷം അമ്മയ്ക്കായിരുന്നു. അപ്പോൾ സ്വത്തുക്കൾ 2ആയിട്ട് വീതം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കള്ളപ്രമാണത്തിൽ ആ തഹസീൽദാരെ കൊണ്ടുവന്ന് ഒപ്പിട്ട് അമ്മ ചോദിച്ചു ഇതെല്ലാം ശരിയാണോ, അവന് അനിയനും കൂടെ കൊടുക്കുന്നുണ്ടോ? എല്ലാം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം അയാളുടെ പേരിൽ തന്നെ ആയിരുന്നു. ആ അനിയൻ കരഞ്ഞുകൊണ്ട് കിടക്കുന്നു. വേറെ നിവൃത്തിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ക്യാൻസറാണെന്ന്. ആർക്കനുഭവിക്കാനാണ്? അനുഭവിക്കുക യോഗമില്ലാതായിപ്പോയി. ഈ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം പോയി, എല്ലാം പോകുമല്ലോ. ഇനി എന്തിനാണ്? കല്യാണം കഴിച്ച് വല്ല ഭാര്യ ഉണ്ടെങ്കിൽ എല്ലാ സ്വത്തും അവർക്ക് അങ്ങോട്ട് എഴുതി കൊടുത്ത് അവസാനം വെള്ളം ഇറങ്ങാതെ മരിക്കുന്നു. പഴയ ആൾക്കാർ പറയുമല്ലോ, വെള്ളം ഇറങ്ങാതെ മരിക്കുന്നു.
വെള്ളം ഇറങ്ങി തന്നെ മരിക്കണം. അവസാനത്തെ തുള്ളി. ഞാൻ ചിലർ മരിക്കാൻ കിടക്കുമ്പോൾ മരിക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കുറച്ച് കരിക്ക് ജപിച്ച് വിഷ്ണുപാദത്തെ വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് കരിക്ക് ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഇളം ചുണ്ടിലോട്ട് കരിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. കരിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് ധാർമ്മിക രോഷമല്ല, എനിക്ക് ഇത്തരം മനുഷ്യർ അവതരിപ്പിക്കുന്നത്, മനുഷ്യരോട് കാണിക്കുന്നത് പൊയ്മുഖങ്ങൾ, ഇതെല്ലാം വിളിച്ചു പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പറയരുതെന്ന് ടീച്ചർ പറയും, സ്വാമി ഇനിയും പറയരുത്. ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞാൽ, സ്വാമി എന്തിനത് പറയണം, സ്വാമിക്ക് എഴുതാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം, മനുഷ്യൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് പറയാം, രാഷ്ട്രീയം പറയരുത്. എങ്ങനെയാണ് പറയാതിരിക്കാൻ? പുണ്യമൂന്നനെ ഞാൻ പോയി കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ സ്വാമിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത് പറയണ്ടേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പണ്ട് പറയുന്ന പോലെ ഒരിക്കൽ കൂടെ പറയുകയാണ്. എന്നെ ഒരാൾക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞാൽ നിവർന്ന് നിന്നു കൊടുക്കും, നീ കൊന്നിട്ട് പോടാന്ന്. അങ്ങനെ ഒരു ധൈര്യശാലിയായിട്ട് ഒരാളെ ഞാൻ കാത്തിരിക്കുന്നത് തന്നെ കരുതുക. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, കേരള രാഷ്ട്രീയം മാറുകയാണ്. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് സ്ഥാനാർത്ഥികളെ നിൽക്കുമ്പോൾ കാലം നിലനിർത്തുന്ന ചില സത്യങ്ങൾ, കാലം ബാക്കി വെച്ചു പോയ ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.